ഹായ് ഫ്രണ്ട്സ്, ഇത് ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഓണത്തിൻ്റെ തലേദിവസത്തെ വീഡിയോ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടാണ് കാണാത്തവർ കാണുന്നത്. അപ്പം ഞങ്ങൾ പാതിരാത്രി ഇട്ടിട്ടാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. അത്തൊക്കെ ഇട്ട് തീരാറായപ്പോൾ പിന്നെ ചേട്ടൻ വന്നു. ചേട്ടനെ വന്ന് ഹാപ്പി ഓണം എന്നൊക്കെ എഴുതിയത്. ഞങ്ങൾ കിടന്ന് രാവിലെ എണീച്ചപ്പോഴത്തേക്കും ചേച്ചി ദോശ ഉണ്ടാക്കുന്നു. ദോശയും കഴിച്ചിട്ട് അടുക്കളയിൽ പോയപ്പം ചേച്ചി പായസം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആ ഉണ്ടാക്കിയ ഫുഡൊക്കെ എടുത്തുകൊണ്ട് അച്ചാമ്മയുടെ വീട്ടിലേക്ക് പോയി. കാരണം ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ സദ്യ കഴിച്ചത്. പിന്നെ ഓണം മാത്രമല്ല, അച്ചാച്ചൻ മരിച്ചതിൻ്റെ ആണ്ടും കൂടെ ആയിരുന്നു. പിന്നെ കുറേ നാളത്തേക്ക് ശേഷം ആ ചേട്ടനും നാട്ടിലുണ്ട്. അതും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ കസിൻ എന്താണ് അവളും പിള്ളേരും കൂടെ അത്തം അത്രയും കുളമാക്കി. പിന്നെ ഞാനും അവളും അവളുടെ ഒരു കൂട്ടുകാരിയും കൂടെ അത്തം കാണാൻ പോയി. ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമായതുകൊണ്ട് ചുറ്റിനുള്ള ഒട്ടുമിക്ക സ്ഥലത്തൊക്കെ അത്തമൊക്കെ ഇടും. പിന്നെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പൂന്തുറയിൽ അതൊക്കെ നമ്മളിവിടെ നടത്താണ് കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ പോയി കണ്ടിട്ട് പിന്നെയും വേറെ കുറേ അത്തങ്ങളുണ്ട് കേട്ടോ. എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ലാത്ത അത്തങ്ങളായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾക്കൊന്നും കാണാനും പറ്റില്ല, പങ്കെടുക്കാനും പറ്റില്ല. അവസാനത്തെ ആൾ സുന്ദരിക്ക് പൊട്ട് കടുവായിരുന്നു. ആ വിഷമത്തിലായിരുന്നു കേട്ടോ ഞങ്ങൾ. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് പണ്ടത്തെ നൊസ്റ്റാൾജിയൊക്കെ പറയും. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയൊരു ഓണം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വടംവലി ഉണ്ടായിരുന്നു. വടംവലിക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് കെട്ടിയവരും പെണ്ണ് കെട്ടാത്തവരും തമ്മിലാണ് വടംവലി. പെണ്ണ് കെട്ടിയവർക്ക് മാത്രമേ ചങ്കൂറ്റുള്ളൂ, പെണ്ണ് കെട്ടാത്തവന്മാർ ചങ്കൂറ്റുന്നവന്മാരാണ്. അതുകൊണ്ട് പെണ്ണ് കെട്ടാത്തവന്മാരുടെ സൈഡ് വളരെ വീക്കാണ്. A few moments later. പെണ്ണ് കെട്ടിയുടെ ഭാഗമാണ് വീക്ക്, പെണ്ണ് കെട്ടാത്ത ഭാഗം വളരെ സ്ട്രോങ് ആണ്. വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ നേരത്തെ തോറ്റല്ലേ വലിച്ചു കേട്ട് വിജയം സാധിച്ചിരിക്കുകയാണ്. വിജയിച്ചിരിക്കുകയാണ്. വിജയിച്ചു. വിജയിക്കുകയാണ്. ഇതാ പെണ്ണ് കൊണ്ടുപോവാണ്. ആദ്യം വലിക്കണ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പ്രോത്സാഹിപ്പിക്കുക, കൈയടിക്കുക. ആദ്യം ഒന്ന് തോറ്റെങ്കിലും അവസാനം ജയിച്ചത് പെണ്ണ് കെട്ടിയ ടീമായിരുന്നു.